ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ഓഫീസിലൊക്കെ പോയി നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചീഫ് ഡിസൈനറായ നയനയ്ക്ക് ഒരു വലിയ പ്രോജക്റ്റ് കിട്ടുകയാണ്. ഒരു വലിയ കമ്പനി കൊടുക്കുന്ന കുറേ രാജാക്കന്മാരുടെ ആഭരണങ്ങൾ, അതായത് കിരീടം ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ വരികയാണ്. ഒരു 10 കോടി രൂപയുടെ പ്രോജക്റ്റാണത്. അത് കിട്ടി കഴിയുമ്പോഴേക്കും നയനെ ഭയങ്കര സന്തോഷത്തിലാവുകയാണ് കേട്ടോ. അതേസമയം ഇത് മോഷ്ടിച്ചെടുക്കുകയാണ് നമ്മുടെ അനാമിക. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശും നയനയും ഓഫീസിലിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഒരു കോള് വരികയാണ്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യമാണ് മാനേജർ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ്. എന്നിട്ട് എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കാമെന്ന്. നയനയുടെ ഡിസൈനുകളൊക്കെ ആ കമ്പനിക്ക് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു വലിയ കിരീടം വേണം, അതുപോലെ തന്നെ രാജാവിന് വേണ്ട ഓർണമെൻറ്റ്സ് ഇതെല്ലാമാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം. ഇത്രയും കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആകുമ്പം അതിൽ പിഴവൊന്നും ഉണ്ടാവരുതല്ലോ. അപ്പോൾ അവർ പറയാണ്, നിറയെ മുത്തുകളും രത്നക്കല്ലുകളും ഒക്കെ പതിച്ച കിരീടമായിരിക്കണം. അതുപോലെ തന്നെ നല്ല ഡിസൈൻ ആയിരിക്കണം. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഡിസൈൻ്റെ കാര്യത്തിലും എല്ലാം ഞങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ളതാണ്. അവിടെ ഒരു പിഴവും ഉണ്ടാവരുത്. ഇത് വിശ്വാസത്തിൻ്റെ കൂടി പ്രശ്നമാണ് എന്നൊക്കെ അവർ പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ശരി, ഞാൻ എന്നെക്കൊണ്ടാവുന്നത്രയും ശ്രമിക്കാം എന്ന് പറയാണ്. അപ്പോൾ 2 ദിവസം മാത്രമേ സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഓർണമെൻറ്റ്സ് എല്ലാം റെഡി ആവണം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആദർശിൻ്റെ മൂർത്തീസ് ജ്വല്ലറി ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നയനയ്ക്ക് ഒരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. ഓഫീസിൽ വച്ച് ഭയങ്കര തിരക്കാണ് നയന. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഡിസൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ തീരുന്നില്ല. ആദർശം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൈകിട്ട് ആകെപ്പാടെ ക്ഷീണിച്ച് നയനയും ആദർശം വീട്ടിലേക്ക് എത്തുകയാണ്. എത്തുമ്പോഴേക്കും ദേവയാനിയും മറ്റുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയെ കാണുമ്പോഴേ ദേവയാനി പറയുന്നുണ്ട്, നയനെ, ആദർശേ, നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ, പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ആദർശ് പറയണ, അതമ്മേ, ഇന്ന് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു, ഇത്രയും ലേറ്റായാണ് തീർന്നത്. ഒരു വലിയ പ്രൊജക്റ്റ് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയാണ്. അപ്പം അനാമിക ഈ വിവരമൊന്നും അറിയുന്നില്ല കേട്ടോ. അതേസമയം ആദർശ് അവിടെ അപ്പം എല്ലാവരോടുമായിട്ട് പറയാണ്, ഒരു 10 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. ഒരു കിരീടവും രാജാവിൻ്റെ ഓർണമെൻറ്റ്സും എല്ലാം കൂടി കൂടുന്ന ഒരു സെറ്റാണ്. അത് ഭയങ്കര പ്രീഷ്യസ് ആണ്, ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ വർക്ക് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നയനയും ഞാനും കൂടി ചെയ്യായിരുന്നു. ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ഡിസൈൻ ചെയ്താലേ ഉള്ളൂ അടുത്ത ദിവസം ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റാക്കി അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നാളെ കഴിഞ്ഞ് ഇത് കൊടുക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് തിരക്കാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ, ഞാൻ ഈ വിവരം അറിഞ്ഞു. വളരെ നല്ല കാര്യമാണ്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നിനക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നയന മോളുടെ ഒറ്റ ഒരാളുടെ ഗുണം കൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയത്. കാരണം നയന മോളുടെ ഡിസൈൻസ് എല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് അവർ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇത്രയും പെട്ടെന്ന് നമ്മളെ വിശ്വാസത്തിൽ ഏൽപ്പിച്ചത്. ആ മാനേജർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നയന മോൾ എന്തായാലും നന്നായിട്ട് ചെയ്യുമെന്ന്. അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഒരു പിഴവും ഉണ്ടാവരുത്. രണ്ടുപേരും ഒരുപാട് ശ്രദ്ധിക്കണം. പോരാത്തതിന് ഇത്രയധികം സ്വർണം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വർക്ക് കൂടിയാണെന്ന് ഓർക്കണം എന്നൊക്കെ മുത്തശ്ശൻ അവരോട് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശ എന്ന് പറയാണ്. എന്നാൽ ശരി, നിങ്ങൾ പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ നോക്ക് എന്ന് മുത്തശ്ശൻ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പം ജലജ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഒന്നിനൊന്നിന് കയറി പോവാണ്. അവളുടെ ഒരു ഡിസൈൻ, ഈ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ദേ വീണ്ടും അവൻ തലയിലോട്ടായി എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ അനാമിക ഇങ്ങനെ ഓർക്കാണ്, ഇത്രയും വലിയ പ്രോജക്റ്റ് ഇതുകൂടി സക്സസ് ആയാൽ അവൾ നിലത്തൊന്നും അല്ലായിരിക്കും നിൽക്കുന്നത്. ഇപ്പം തന്നെ എൻ്റെ കാര്യം പുറത്താണ്. അവൾ അങ്ങനെ വിജയിക്കാൻ പാടില്ല. ഇതെങ്ങനെയെങ്കിലും പൊളിച്ച് കൈ കൊടുക്കണം. എന്താ ഇതിനൊരു മാർഗം എന്നൊക്കെ ഇങ്ങനെ അനാമികയെ ആലോചിക്കുകയാണ്.
അനാമിക പോയി നേരെ പോയി അച്ഛൻ വേണുവിനെയാണ് വിളിക്കുന്നത് കേട്ടോ. വേണു ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പതിവ് പോലെ അനന്തപുരിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളപ്പോഴാണല്ലോ നീ വിളിക്കാറ്, എന്താ കാര്യം, നിനക്ക് എന്താ ആവശ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛാ ഒരു വലിയ പ്രൊജക്റ്റ് അനന്തമൂർത്തിയുടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വേണു പറയാണ്, എടി മോളെ അത് നല്ല കാര്യമല്ലേ, നിനക്കും കൂടിയുള്ള സ്വത്തല്ലേ അത്, അവിടെ ഒരുപാട് പ്രോജക്റ്റുകളും ഒരുപാട് പണവും വന്നു ചേരുന്നത് നമുക്ക് നല്ലതല്ലേ, അതിനൊക്കെ നീ ഇങ്ങനെ കുശുമ്പ് വിചാരിക്കണോ? അപ്പോൾ അനാമിക പറയാണ്, അതല്ലച്ചാ കുശുമ്പ് അതൊന്നും അല്ല, ആ നയനയും ആദർശും കൂടിയാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. നയനയ്ക്കാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും, അവളുടെ ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ അത്രയും വലിയ പ്രോജക്റ്റ് കൊടുത്തത്. അതിനി സക്സസ് ആക്കി അവൾ കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ വാല്യൂ ഇരട്ടിയാവും. പിന്നെ നമുക്കൊന്നും പിടിച്ചു നിൽക്കാനേ പറ്റില്ല. ഇപ്പം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം അവളെ ഒരു മുഴം പൊക്കിയിട്ട് വിട്ടതേ ഉള്ളൂ. ഇനിയിപ്പോൾ പറ്റില്ല എനിക്കിതൊന്നും താങ്ങാൻ. ഇതെങ്ങനെയെങ്കിലും നമുക്ക് തകർത്ത് കയ്യിലെടുക്കണം, ഇല്ലെങ്കിൽ അവൾ ഇനി വെച്ചടി കയറും. ഈ അനന്തപുരി തറവാട് ഉൾപ്പെടെ അവളുടെ പേരിൽ ആ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി എഴുതി കൊടുക്കും. നമുക്കിതെങ്ങനെയെങ്കിലും തകർക്കണം അച്ഛാന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ശരിയാ മോളെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, ഞാൻ നിന്നെ വിളിക്കാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് ആദർശം നയനയും കൂടി ഡിസൈൻ ചെയ്യാണ് കേട്ടോ. നയന ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുമ്പോൾ അതെല്ലാം ആദർശിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആദർശാണെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നയനയോട്, ആദർശ് നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ, ഇത്രയും പെട്ടെന്ന് ഈ പ്രോജക്റ്റ് നമുക്ക് എടുക്കണ്ടായിരുന്നു, കുറച്ചുകൂടി ഒരു സാവകാശമുള്ള പ്രോജക്റ്റ് മതിയായിരുന്നു. അപ്പോൾ നയന പറയാൻ, അതെന്താ കുഴപ്പം ആദർശേട്ടാ, ഇത്രയും വലുത് ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ, അത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും എത്ര ഉഴപ്പൊഴിച്ചിട്ടാണേലും ചെയ്തു കൊടുക്കണം, അത് നമുക്കൊരു വാല്യൂ ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ആദർശ് പറയാണ്, അതൊക്കെ നേര് തന്നെയാണ്, പക്ഷേ നീ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പം എനിക്ക് ബുദ്ധിമുട്ട് തോന്നുക നയനെ. എന്തിനാ ആദർശേട്ടാ ബുദ്ധിമുട്ട്, അത് നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ. ഇതെനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ആദർശേട്ടാ, ഡിസൈൻ ചെയ്യാന്നുള്ളത്, അതിനുവേണ്ടി എത്ര ഉറക്കമൊഴിക്കാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ ഓരോ ഓർണമെൻറ്റ്സും കിരീടവും എല്ലാം നയന ഡിസൈൻ വരച്ച് എടുക്കുകയാണ് കേട്ടോ. ആദർശിനോട് ഡൗട്ടുകളെല്ലാം ചോദിക്കുന്നുമുണ്ട്. ആദർശാണെങ്കിൽ ആ സമയത്ത് ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ എന്തിനാ ഇപ്പോൾ ഈ ചായയൊക്കെ ഇട്ട് എനിക്ക് കൊണ്ടു തന്നത്, താനിപ്പോൾ ഒരു ചായ കുടിക്ക്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി താൻ ഇത്രയും കഷ്ടപ്പെടുമ്പം ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടെ ചായയൊക്കെ കുടിച്ച് രാത്രി ഉറങ്ങാതിരുന്ന് ഡിസൈൻ ചെയ്യാണ് കേട്ടോ. അങ്ങനെ വെളുപ്പമാവുമ്പോഴാണ് രണ്ടുപേരും കട്ടിലിരുന്ന് അങ്ങ് ഉറങ്ങിയൊക്കെ പോവാണ്. രാവിലെ തന്നെ എണീറ്റ് റെഡിയായി ഭയങ്കര സന്തോഷത്തിലാണ് നയന. ഡിസൈനൊക്കെ പൂർത്തിയാക്കാൻ പറ്റി, ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്താൽ മതി, അത് ഇന്ന് അവിടെ കൊണ്ട് കൊടുത്താൽ പണിക്കാർ അത് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നേരെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാനിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ടാണ് നയന പോകുന്നത്. പോകുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ ശ്രദ്ധിക്കണം, ഇന്ന് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യേണ്ട ദിവസമാണ്, എല്ലാ കാര്യത്തിലും നിൻ്റെ ഒരു കണ്ണ് വേണം എന്ന് പറയുകയാണ്. ശരി മുത്തശ്ശ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അനാമികയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല. അവളുടെ ഒരു ഓർണമെൻറ്റ്സ്, അവളുടെ ഒരു സെറ്റിങ്സ് എന്തായാലും ഇന്ന് പൊളിച്ചു കൊടുക്കണം. നീ വിജയിക്കില്ലടി, നീ വിജയിക്കില്ല, എൻ്റെ അച്ഛൻ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടാവും. നിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ, നിൻ്റെ ഓർണമെൻറ്റ്സ്, അവളുടെ അഹങ്കാരം ഇന്ന് ഞാൻ തീർത്തു കൊടുക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് അനാമിക. അങ്ങനെ അനാമിക നേരെ വേണുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. വേണുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, അച്ഛാ ഞാൻ ഇങ്ങോട്ട് വന്നു, എന്താ മോളെ ഓടിപ്പിടിച്ച് നീ വന്നത്, ഇന്ന് അവർ ഓർണമെൻറ്റ്സ് എല്ലാം റെഡിയാക്കും, നാളെയാണ് അത് അവർ കൊടുക്കാൻ പോകുന്നത്, അതിനു മുമ്പ് നമുക്ക് ഇതിലെന്തെങ്കിലും ഒരു പരിപാടി നടത്തണം, എന്തെങ്കിലും ഒരു തിരിമറി നടത്തണം എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ നീ സമാധാനപ്പെട്, നീ ഇവിടെ ഒന്നിരിക്കുക എന്ന് പറയുകയാണ്. അതേസമയം ആദർശം നയനയുമാണെങ്കിൽ ഓഫീസിലെത്തി എല്ലാം സെറ്റാക്കി കഴിയും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഓർണമെൻറ്റ്സ് എല്ലാം റെഡിയാവുന്നുണ്ട്. കിരീടമൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വയ്ക്കുന്നുണ്ട്. നയനയും ആദർശം
ജോലിക്കാരും എല്ലാവരും കൂടി നിന്ന് അതൊക്കെ ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നയന ഓരോ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, താൻ ഇതെല്ലാം ശ്രദ്ധിച്ചോണം, മുത്തശ്ശൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമുക്കൊരു പേരുദോഷം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണം. അങ്ങനെ രാത്രി ഒരുപാട് വൈകിയും ഇരുന്ന് അവരെല്ലാ പണികളും തീർക്കുകയാണ്. തീർത്തതിന് ശേഷം ആദർശ് പറയുന്നുണ്ട്, ഇത് നമുക്കിവിടെ ലോക്കറിൽ സൂക്ഷിക്കാം, നന്നായിട്ട് സൂക്ഷിക്കണം, കാരണം നാളെ ഈ സാധനം കൊടുക്കാനുള്ളതല്ലേ എന്ന് പറയാണ്. അങ്ങനെ ആദർശ് അത് ലോക്കറിലേക്ക് വെക്കുകയാണ് കേട്ടോ. കുറച്ചധികം ആഭരണങ്ങളും കിരീടവും എല്ലാം കൂടി എടുത്തിട്ട് എന്നിട്ട് സെക്യൂരിറ്റിയെ വിളിക്കുകയാണ്. 4 സെക്യൂരിറ്റിമാരാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട സെക്യൂരിറ്റിയെ, വിശ്വാസമുള്ള സെക്യൂരിറ്റിയെ വിളിക്കുകയാണ് കേട്ടോ. വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഓർണമെൻറ്റ്സും ഇതുമെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഈ സംഭവം എങ്ങനെയും നമുക്ക് സൂക്ഷിക്കണം, ഒരു വിധത്തിലും ഇത് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയാണ്. അതുകൊണ്ട് നല്ലൊരു ശ്രദ്ധ വേണം, നിങ്ങളാരും ഇന്ന് ഉറങ്ങാൻ പാടില്ല, അത്രയ്ക്ക് വിലപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, മോഷണം പോവരുതെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് ലോക്കറിൽ വച്ചതിന് ശേഷം ആദർശും നയനയും എല്ലാം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അനാമികയും വേണുവും കൂടി അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അയാളെ വേണു വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടോ താനിപ്പം മൂർത്തീസ് ജ്വല്ലറി തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, അത് തന്നോട് എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറയാണ് വേണു. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്തുപകാരം ചെയ്യേണ്ടത്? അത് താൻ അവിടെ ഒരു കുറച്ച് ഓർണമെൻറ്റ്സ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം എന്ന് ആദർശ് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതെ സാറിന് പ്രത്യേകം ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നു, വളരെ വിലപ്പെട്ട കുറേ സാധനങ്ങളാണ്, അതുകൊണ്ട് ആരും ഉറങ്ങരുതെന്നൊക്കെ പറഞ്ഞിരുന്നു, ലോക്കറിലാണ് വച്ചിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് വേണു, എടോ അത് ഞങ്ങൾക്കൊന്ന് എടുത്തു തരണം, പകരം ഞങ്ങളൊരു ഡ്യൂപ്ലിക്കേറ്റ് കിരീടം തരും, അതവിടെ കൊണ്ടുവയ്ക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും അയാൾ പറയണം, അയ്യോ സാറേ അതൊക്കെ ചെയ്താൽ ശരിയാവില്ല, ഞാൻ അകത്ത് പോകുന്ന കേസാണ്, എൻ്റെ പണി പോവും, കുടുംബം പട്ടിണിയാവും എന്നൊക്കെ പറയാണ്. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, എടോ ഈ സെക്യൂരിറ്റി പണി ചെയ്താൽ താൻ ഒരു വർഷം കൊണ്ട് എത്ര രൂപയുണ്ടാക്കും? അപ്പോൾ അയാൾ പറയാണ്, ഒരു 1.5 ലക്ഷം രൂപ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ വേണു പറയാണ്, ആ 1.5 ലക്ഷത്തിന് പകരം ഒരു 2.5 ലക്ഷം രൂപ ഞാനിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ കയ്യിലേക്ക് തന്നാലോ? അപ്പോൾ അയാളിങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, എന്നാലും അത് റിസ്ക് അല്ലേ സാറേ എന്ന് വേണുവിനോട് ചോദിക്കുകയാണ്. ഒരു റിസ്ക്കും ഇല്ല, തനിക്ക് ആവശ്യമുള്ളപ്പം ഞങ്ങളുടെ സഹായം ഉണ്ടാവും, അതുപോലെ തന്നെ പണവും തരാം, താനൊന്ന് സഹായിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനെങ്ങനെ സഹായിക്കാനാ, ഇവിടെ ഞങ്ങൾ മൊത്തം 4 സെക്യൂരിറ്റിമാരുണ്ട്, അവരുടെ കണ്ണ് വെട്ടിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എടോ താൻ അവരെ എങ്ങനെയെങ്കിലും ഉറക്കിക്കിടക്കാൻ നോക്ക്, എന്നിട്ട് കീ എടുത്ത് സാധനം ഞങ്ങൾക്ക് തന്നെ പിടിക്കൊന്നുമില്ല, അതുപോലെ തന്നെയുള്ള കിരീടമാണ് ഞങ്ങൾ തരാൻ പോകുന്നത് എന്ന് പറയാണ്. അങ്ങനെ ആ സെക്യൂരിറ്റി ലോക്കറിൻ്റെ കീ എടുക്കുകയാണ്. എടുത്തിട്ട് ഈ 4 സെക്യൂരിറ്റിമാർക്കും ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ചായയിലാണെങ്കിൽ ഉറങ്ങാനുള്ള ഗുളികയാണ് ഇട്ടിരിക്കുന്നത്. അവർ ആ ഗുളികയൊക്കെ കഴിച്ച് ആ സെക്യൂരിറ്റിമാരൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഈ സമയത്ത് ഈ സെക്യൂരിറ്റി ആ വാതിൽ തുറന്ന്, ലോക്കറിൻ്റെ വാതിൽ തുറന്ന് ആ കിരീടം എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് അത് നേരെ വേണുവിനെ ഏൽപ്പിക്കുകയാണ്. വേണു ആണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിരീടം കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് കൊണ്ടുവന്ന് ലോക്കറിൽ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങളെല്ലാം സക്സസ് ആയി. അനാമികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. നാളെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കിരീടം ആ കമ്പനിക്ക് കൊടുക്കുമ്പോൾ അവർ കയ്യോടെ ഇത് പിടിക്കും, അതുപോലെ നയനയുടെ കാറ്റ് തീരും, ആദർശിൻ്റെ അഹങ്കാരവും പോകും എന്നൊക്കെ വിചാരിച്ച് വേണുവും അനാമികയും സന്തോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് പിറ്റേ ദിവസമാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വരികയാണ്. ഈ ഓർണമെൻറ്റ്സ് എല്ലാം അവർ പരിശോധിക്കുകയാണ് കേട്ടോ. ഡിസൈനൊക്കെ കാണുമ്പം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അവർ നയനയെ പുകഴ്ത്തി പറയുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ശേഷമാണ് ഇതിൻ്റെ പ്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം ഞങ്ങൾക്ക് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഓക്കെ നമ്മുടെ കമ്പനിയിലെ ആൾ തന്നെ അത് ചെക്ക് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വർണത്തിൻ്റെ മൂല്യം നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വർണം ഉരച്ച് നോക്കുമ്പം കിരീടം അത് ഗോൾഡല്ല. ഉടനെ തന്നെ അവർ ഞെട്ടിപ്പോവാണ്. ആ മാനേജർ പറയാണ്, ആദർശ് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, ഈ കിരീടം ഇത് സ്വർണ്ണമല്ല, ഇത് സ്വർണ്ണക്കുട തന്നെയല്ലേ? അപ്പോഴേക്കും ആദർശ് പറയാണ്, അങ്ങനെ വരില്ല, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇന്നലെ ലോക്കറിൽ വെച്ചത്,
നിങ്ങൾ നോക്കിയിട്ടായിരിക്കും വെച്ചത്, പക്ഷേ ഈ കിരീടം സ്വർണ്ണമല്ല. നോക്ക് നിങ്ങൾ. ആദർശം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പം ആ കിരീടം സ്വർണ്ണമല്ല. ഉടനെ തന്നെ എല്ലാവരും അന്തം വിട്ടു പോവുകയാണ്. നമ്മുടെ സ്വർണ്ണ കിരീടം അതാരായിരിക്കും മോഷ്ടിച്ചുകൊണ്ട് പോയത്? അതെങ്ങനെ മാറി ലോക്കറിൽ നിന്ന്? സെക്യൂരിറ്റിമാരെ എല്ലാം വിളിച്ച് നിർത്തിയിരിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങൾ അറിയാതെ ഒന്ന് മയങ്ങിയൊക്കെ പോയി, ഇവിടെ എന്തെങ്കിലും തിരിമാറി നടന്നോ എന്നറിയില്ലെന്ന് സെക്യൂരിറ്റി ഗാർഡ് പറയുകയാണ്. അപ്പോൾ തന്നെ ആദർശനും നയനയ്ക്ക് കാര്യം പിടികിട്ടുകയാണ് കേട്ടോ. അങ്ങനെ മറ്റേ കമ്പനിക്കാർ വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 2 ദിവസത്തെ സാവകാശം തരണം, അതിനുള്ളിൽ സ്വർണ്ണ കിരീടം പണിത് തരാമെന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നയനയും ആദർശും വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് നയന ശ്രദ്ധിക്കുന്നത്, ഒരു സെക്യൂരിറ്റി ഇറങ്ങിപ്പോയിട്ട് രഹസ്യമായിട്ട് നിന്ന് ഫോൺ ചെയ്യുന്നു. ഉടനെ തന്നെ നയന അയാളുടെ പുറകെ ചെല്ലുകയാണ്. ചെന്ന് പതുങ്ങി നിൽക്കുമ്പം അയാൾ വിളിക്കുന്നത് അനാമികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം, ആ സംഭവം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നയന അയാളെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത് ആരെയും വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഫോൺ മേടിച്ച് വിളിക്കുമ്പം അത് അനാമികയാണ്. അപ്പോൾ നയന പറയാണ്, എടി പെരുങ്കള്ളി, നീയാണല്ലേ ഈ പണിയൊക്കെ ഒപ്പിച്ചത്, നിനക്ക് എങ്ങനെ തോന്നിയടി ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? എവിടെയാടി കിരീടം ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനാമികയെ പറയുന്നുണ്ട്, പോലീസ് വരും നിൻ്റെ അടുത്ത്, അതിപ്പോൾ നീ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുമ്പിൽ സത്യം വെളിപ്പെടുത്തണമെന്ന് പറയുകയാണ്. അങ്ങനെ അനാമിക ആ സ്വർണ്ണ കിരീടമൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. നയനയാണെങ്കിൽ ചെന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്, ഈ പെരുങ്കള്ളിയാണ് നമ്മളെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തകർക്കാൻ നോക്കിയത്, ഇവളാണ് ആ സ്വർണ്ണ കിരീടം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ട് മുക്കുപണ്ടം വച്ചത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സെക്യൂരിറ്റിയെ കൊണ്ട് ചെയ്യിപ്പിച്ച കഥകളൊക്കെ നയന പറഞ്ഞു കൊടുക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമികയെ, ഈ ചെയ്തത് ഇത്തിരി കൂടിപ്പോയി. എന്ത് കുശുമ്പിൻ്റെ പേരിലായാലും എന്ത് ദേഷ്യത്തിൻ്റെ പേരിലായാലും നയന മോളോടുള്ള വിരോധത്തിൻ്റെ പേരിലായാലും നീ ചെയ്തത് എൻ്റെ ജ്വല്ലറിയുടെ പേര് കളയുന്ന കാര്യമായി പോയി. സാരില്ല, അനിയുടെ ജീവിതം ഓർത്ത് നിന്നെ ഇറക്കി വിടുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കിരീടം കിട്ടിയത് കൊണ്ട് അടുത്ത ദിവസം തന്നെ ആ കമ്പനി അത് ഏൽപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രം നിന്നോട് ക്ഷമിച്ചിരിക്കുകയാണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലായിരിക്കും, പിന്നെ ഈ വീടിൻ്റെ പടി കാണില്ല എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്